ഒരു സാധാരണ ഫൈറ്ററിൻ്റെ ബ്രീഡിങ് ഒരു കടയിൽ നിന്ന് നോർമലായിട്ട് ഒരു ജോഡി പെയർ ഫൈറ്റർ വാങ്ങിച്ചു. അതിനെ നമ്മൾ ഒരു മാസം വളർത്തി അത് കഴിഞ്ഞിട്ട് ഒരു ഇതേപോലത്തെ അക്വേറിയം, വെള്ളമൊന്നും കാര്യമായിട്ട് മാറ്റാത്ത യൂട്യൂബേഴ്സൊക്കെ സാധാരണ പറയുന്ന വെള്ളം മാറ്റി കൊടുക്കുക, അങ്ങനെ വേണം അങ്ങനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ ഈ ഒരു ആൺ ഫൈറ്ററിൻ്റെ കൂടെ പെൺ ഫൈറ്ററിന് ഇട്ട് കൊടുക്കുന്നു. ഒരാഴ്ച നമ്മളത് നോക്കി, നമുക്ക് കാര്യമായ മാറ്റമൊന്നും കണ്ടില്ല. നമ്മളത് പെൺ ഫൈറ്ററിനെ മാറ്റി. അത് കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലെ കുട്ടികളാണ് കണ്ടത്. ചെറിയ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളിപ്പോൾ കാണാൻ ഇതിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല. എത്ര കുട്ടികളുണ്ടെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന രീതിയിൽ തന്നെ വെള്ളം മാറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു നോർമലായിട്ട് എങ്ങനെയാണോ ഈ ഫൈറ്റർ ജീവിച്ചിരുന്നത് അതേപോലെ ഉള്ള കണ്ടീഷനിൽ തന്നെ കുട്ടികളുണ്ടായിട്ടുണ്ട്, ബ്രീഡായിട്ടുണ്ട്. ഇനി എത്ര കുട്ടികളുണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണിത് വളരുക എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക, കറക്റ്റ് നോക്കി എല്ലാം നോക്കി പാത്രം, വെള്ളം, കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. കറക്റ്റായിട്ട് നോർമൽ രീതിയിൽ എങ്ങനെയാണോ ഈ ഒരു ഫൈറ്റർ ജീവിച്ചിരുന്നത് അതിലേക്ക് നമ്മൾ ഒരു പെൺ ഫൈറ്ററിനെ ഇട്ട് കൊടുക്കുന്നു. കറക്റ്റ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അതിനെ തിരിച്ച് പെൺ ഫൈറ്ററിനെ മാറ്റി കൊടുത്തു. അന്ന് നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ കുട്ടികളുടെതൊന്നും കണ്ടിട്ടില്ല. ഇത് സക്സസ് ആയിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് ഇപ്പോഴാണ് വീട്ടിലെ കുട്ടികൾ, ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇതിലകത്തുണ്ട് എന്ന് കണ്ടെത്തിയത്. ഏതായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഈ ഫൈറ്റർ ബ്രീഡിംഗ് ഒക്കെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലാതെ ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയ ഒരാൾക്കൊന്നും വേണ്ട. എനിക്കിതിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. ഫസ്റ്റായിട്ട് ഒരു ഫൈറ്റർ വാങ്ങിച്ചതാണ്, ഒരു പെയർ, ഒരു സാധാരണ കടയിൽ നിന്ന്. അത് സക്സസ് ആയിട്ടുണ്ട്.